എൻ്റെ പേര് ദേവനാഥ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നെ വോട്ട് ചെയ്യുന്നവർക്ക് ഞാൻ നന്ദി പറയും. നന്ദി നമസ്കാരം. ഇപ്പോൾ നമ്മുടെ VDSLP സ്കൂളിൻ്റെ സ്കൂൾ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മുമ്പിൽ തന്നെ ആൾ നിൽപ്പുണ്ട്. എന്താണ് ഡ്യൂട്ടി? എന്താണ് നമ്പർ അനുസരിച്ച് ആളുകളെ കഴിച്ചതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ പോളിംഗ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അതുകൂടാതെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക കാണിച്ചിട്ടുണ്ട്. 4A ആൻമിയ മേരി, അക്ഷര PP, അർജിത് രാജീവ്,
4 ബിയിൽ ജൻവി PM, ദേവനാഥ് MS, മാനവ് MR, 3 എയിൽ ശ്രീബാല PM, ടെസ MB, എയ്മിൻ സ്റ്റാൻലി KR, ചിത്രിത ചാരു. 3 ബിയിൽ ദേവിക സുജീർ, ആദിത്യൻ MS, ആയുഷി MU, രോഹിണി MB. അടുത്ത 2ാം ക്ലാസ്സിൽ ഗായത്രി AB, വൈഷ്ണവ് PV, ദേവാനന്ദ് KS, ജാനവ് PR. 1ാം ക്ലാസ്സിൽ അവനിക, രാജീവ്, റിദ്വിൻ, സോജൻ, എൽവിൻ. അപ്പം പിന്നെ നമുക്ക് സാവകാശം ഉള്ളിലോട്ട് കയറാം. ഇവിടെ പോളിംഗ് ഓഫീസർമാരായിട്ടും പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വോട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വോട്ട് ചെയ്യാം. അവർക്ക് പേന ഉപയോഗിച്ചിട്ടാണ് ടിക്ക് മാർക്ക് ഇടുന്നത്. അത് ഈ ബാലറ്റ് ബോക്സിലിടും. അപ്പോൾ ഇവരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് ഇവർ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ട് കൃതികയാണ് ഇരിക്കുന്നത്. എന്താണ് കൃതികയുടെ ഡ്യൂട്ടി? ടീച്ചർ ഒരു ചീട്ട് തന്നിട്ടുണ്ട്. ആ ചീട്ടിൽ പേര് ഒച്ചയെ വായിച്ചിട്ട് ആ പേര് ഈ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ അത് ടിക്ക് ഇടുക. ഓക്കെ, ഈ രജിസ്റ്ററിൽ ടിക്ക് ഇടും അല്ലേ? ഇപ്പോൾ പോളിംഗ് ഓഫീസർമാരാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസറായിട്ട് സാൻവിക PS ആണ് ഇരിക്കുന്നത്. സാൻവികയുടെ ഡ്യൂട്ടി എന്താണ്? ഇടത് കൈയിലെ ചൂണ്ടവരല് മഷി തേക്കണം. മഷി തേക്കാനായിട്ട് നമ്മുടെ പെർമനന്റ് മാർക്കർ അല്ലേ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അടുത്ത തേർഡ് പോളിംഗ് ഓഫീസറായിട്ട് ഹനാനാണ് ഇരിക്കുന്നത്. ഹനാന്റെ ഡ്യൂട്ടി എന്താണ്? ബാലറ്റ് പേപ്പർ കൊടുക്കൽ. ബാലറ്റ് പേപ്പർ ഇവിടെ ക്രമമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതില് ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? പുറകില് നമ്മുടെ സീലുണ്ട്. സീലുള്ളത് മാത്രമേ അംഗീകരിക്കുള്ളൂ. ഓരോ ക്ലാസ്സിനും ഓരോ ബാലറ്റ് പേപ്പറാണ്. അത് നോക്കി കൊടുക്കലാണ് ഹനാന്റെ ഡ്യൂട്ടി. ഓക്കെ. അപ്പം ഇനി നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറിലേക്ക് പോവാം. പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരിക്കുന്ന അവ്യുക്ത കൃഷ്ണയാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ പോളിംഗ് ഏജൻസി ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? കള്ളവോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാനായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പോളിംഗ് ഏജൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോളിംഗ് തുടങ്ങാം അല്ലേ? ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? റെഡിയാണോ? എങ്ങനെ ഇങ്ങനെ ഒരു റെഡി തമ്പ് കാണിക്കണ്ടേ അല്ലേ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പോളിംഗ് ആരംഭിക്കുകയാണ്. അതിന് 4 കുട്ടികളെ പോളിംഗ് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. ഒരു വഴിയായിട്ട് വരിക. സ്റ്റാൻഡേർഡ് 4. ഇനി അവിടെ പോയിട്ട് വോട്ട് ചെയ്യണം. അതിൽ 4 പേരുകളുണ്ടാവും. നിന്റെ പേരും ഉണ്ടാവും അല്ലേ? സ്ഥാനാർത്ഥിയാണ്. അപ്പം നിങ്ങൾക്ക് പേന വെച്ചിട്ട് മുമ്പിലുള്ള കോളത്തിൽ എന്ത് ചെയ്യണം? ഇൻഡ്യോ ടിക്കോ ഇടണം. ഏതെങ്കിലും ഒരു കോളത്തിലേ വരാവുള്ളൂ കോളം. ഓക്കെ, മടക്കിയിട്ട് അവിടെ കൊണ്ടിടണം. അത് തിരിച്ചു പോവാം. വോട്ട് കഴിഞ്ഞു. ഓക്കെ. കാണിച്ചു. മടക്കിയിട്ട് ആ വഴി തന്നെ വരും കേട്ടോ. ആ വഴി തന്നെ കൊണ്ടുപോയി ബാലറ്റ് ഇടുക. മടക്കി. ഓക്കെ. ഇനി അടുത്ത ആൾ. ഓരോരുത്തരും ക്രമമായിട്ട് പോകണം. വോട്ട് ചെയ്യണ വിധം അറിയാമല്ലോ. ഓക്കെ. സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി ജയിക്കുമോ? ജയിക്കുമോ അറിയില്ല. ഇവിടുന്ന് ഇത് മേടിക്കണം. സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അക്ഷര PP ആണ്. എങ്ങനെയുണ്ട്? ജയിക്കുമോ? അറിഞ്ഞൂടാ. വോട്ട ചോദിച്ചില്ലേ? അർജിത് അപ്പുറത്ത് നിന്ന് ചോദിക്കണ്ട. അർജിത് ജയിക്കുവാ? ചിലപ്പം ജയിക്കുമല്ലേ? നോക്കാം. ആൻമരിയിൽ നിൽപ്പുണ്ട്. ജയിക്കുമോ? ഉറപ്പില്ല. 4 ബിയിലെ കുട്ടികളാണ്. അൽജു ആണ് ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അൽജോയ്ക്ക് വേണ്ടി സഹായിക്കാനായിട്ട് നമ്മുടെ പോലീസുകാരെയാണ് വന്നിരിക്കുന്നത്.
അല്ലേ? നീ കാണിച്ചോടെ. ഇപ്പം സ്ഥാനാർത്ഥിയല്ലേ, ജയിക്കുവാ? ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട്, ജയിക്കുമോ? ചിലപ്പോൾ ജയിക്കും. എങ്ങനെയുണ്ട്? ജയിക്കുമല്ലോ മിക്കവാറും. ഒരു 4 ബിയിലെ കുട്ടികളാണ് ഇനി വോട്ട് ചെയ്യാനുള്ളത്. ഒരു വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. പോളിംഗ് ഏജൻസായിട്ട് 4 ബിയിലെ കുട്ടികൾ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ വോട്ട് ചെയ്യാൻ ഒരാൾ ഹെൽപ്പ് വേണം, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അടുത്ത ശരി. ഇവിടെ ഇവിടെ സുനി സുനി മടക്കിയിടാം. അപ്പോൾ 4ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞു, 3ാം ക്ലാസ്സിന് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? വോട്ട് ചെയ്യാൻ റെഡി അല്ലേ? സ്ഥാനാർത്ഥിയുണ്ട്, ജയിക്കുമോ? ഇവിടെ ഏതോ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞു. ജയിക്കുമോ? ജയിക്കുമല്ലേ? എങ്ങനെയുണ്ട്, ജയിക്കുമോ ചിത്രത? ജയിക്കും, എല്ലാവരും ജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം വോട്ട് ആരൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ പോളിംഗ് ഏജൻസും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങളാണ് കള്ളവോട്ടുണ്ടാന്നൊക്കെ നോക്കണം. ഒരാൾ കൂടുതൽ വേണോ വന്ന് വോട്ട് ചെയ്യണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. ശരി. അപ്പോൾ 3ാം ക്ലാസ്സിൻ്റെ ആരംഭിക്കാനായിട്ട് റെഡിയാണ് അല്ലേ? അല്ല റെഡിയല്ലേ? 3ാം ക്ലാസ്സിൻ്റെ 3A ആണ്. ഓക്കെ, തുടങ്ങാം. വാ അവിടെ മോളെ അവിടെ. ഇനി അവിടെ പോയി വോട്ട് ചെയ്യണം. അവിടെ പോയി പേന ഉണ്ടാവും, അത് നോക്കിയിട്ട് വോട്ട് ചെയ്ത് മടക്കി ഈ പെട്ടിക്കകത്ത് ഇടണം. 3 ബിയുടെ സ്റ്റാർട്ട് ചെയ്തു. ദേവനാരായണൻ കയറി. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ റെഡി ആയിട്ടൊക്കെയാണ്. രോഹിണി സ്ഥാനാർത്ഥിയാണല്ലേ? ജയിക്കുമോ? വോട്ട് ചോദിച്ചാർത്തെങ്കിലൊക്കെ ജയിക്കുമല്ലേ? ഇവിടെ സ്ഥാനാർത്ഥി ആരൊക്കെയാണ്? സ്ഥാനാർത്ഥി ആയുഷി ജയിക്കുമോ? വേദികയും സ്ഥാനാർത്ഥിയല്ലേ? ജയിക്കുവാ? ചിലപ്പം ജയിക്കുമല്ലേ? പിന്നെ ആരാണ് സ്ഥാനാർത്ഥി? നീ സ്ഥാനാർത്ഥിയല്ലേ? ജയിക്കുമല്ലോ അല്ലേ? ശരി. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നീ സ്ഥാനാർത്ഥിയായില്ലേ? നോക്കാം. ഏജൻസി ഇവരാണ് 3 ബിയുടെ. നിങ്ങൾ കള്ളവോട്ടൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഒരാൾ 2 തവണ വോട്ട് ചെയ്യണ്ടെന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, പറഞ്ഞു കൊടുക്കാം. ായിട്ട് 2ാം ക്ലാസ്സാണ്. 2ാം ക്ലാസ്സുകാർ റെഡിയല്ലേ? വോട്ട് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണല്ലേ? അപ്പോൾ തുടങ്ങിക്കോ. ആരാണ് ഇതിൻ്റെ അകത്ത് സ്ഥാനാർത്ഥികൾ? ആരൊക്കെയുണ്ട്? സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? വോട്ട് ജയിക്കുമോ? അറിഞ്ഞൂടെ? ജയിക്കുമോ? ജയിക്കുമല്ലോ. അപ്പോൾ നോക്കാം, നമുക്ക് വോട്ട് ചെയ്യാൻ റെഡിയല്ലേ എല്ലാവരും? ശരി ശരി.
ഇവിടെ പോളിംഗ് ഏജന്റുമാർ രണ്ടുപേരുണ്ട്. നിങ്ങൾ നോക്കൂലേ ആരൊക്കെ വോട്ട് ചെയ്യുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ നോക്കണം. നിൽക്ക് ആ നമ്മുടെ 1ാം ക്ലാസ്സുകാരാണ് ഇനി ലാസ്റ്റ്. വോട്ട് ചെയ്യാൻ റെഡിയല്ലേ എല്ലാവരും? പറ്റില്ലല്ലോ, റെഡിയല്ലേ? ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? അതെ, എൽവിൻ ഉണ്ട്. എൽവിൻ ജയിക്കുവാ? എത്ര വോട്ട് കിട്ടും? 20 വോട്ട് വോട്ട് ചെയ്യും അല്ലേ? 20 വോട്ട് എൽവിന് കിട്ടുമെന്നാണ് എൽവിൻ പറയണത്. ആകെ 26 വോട്ടേ ഉള്ളു. നിനക്ക് ജയിക്കുമോ? ജയിക്കും. ജയിക്കൂലേ? അതെ, അവനും ജയിക്കുമെന്ന് തന്നെയാണ് പറയണത്. നമുക്ക് നോക്കാം. അതിന് മത്സരിക്കുന്നവരെ ജയിക്കുള്ളൂ. 3 പേരേ ഉള്ളു കേട്ടാ. ശരി. അപ്പൊ നമുക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പോളിംഗ് ഏജന്റുമാരാണ് നിങ്ങളല്ലേ? പോളിംഗ് ഏജന്റാണ്. കള്ളോട്ടുണ്ടാന്നൊക്കെ നോക്കണം. ഒരാൾ 2 വോട്ടിക്കുള്ളിൽ ചെയ്യേണ്ടെന്നൊക്കെ നോക്കണം. 1 വോട്ടിക്കുള്ളിൽ ചെയ്യേണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ. നിൽക്ക്. അവസാന ഓർഡർ എന്താണ്? പേരെന്താണ് മോളുടെ അവസാന ഓർഡറിൻ്റെ? അലങ്കൃത TS ആണ് ഏറ്റവും അവസാനത്തെ വോട്ട്. എല്ലാവരും അല്ലേ? അടിപൊളിയായില്ലേ? അപ്പോൾ വോട്ട് എടുപ്പ് ലാസ്റ്റ് തീയതിയാണ്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് വോട്ടെണ്ണലാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് വോട്ടെണ്ണാൻ നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ പറയാം. ശരി, അപ്പോൾ കഴിഞ്ഞു. ഇനി അത് നമുക്ക് സേഫായിട്ട് ഒട്ടിച്ചൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഇട്ടാൽ ക്ലോസ് ആണ്. ഒരു കയറ്റി ഒട്ടിച്ചു. ഓക്കെ. പോലീസും വന്നു. ഇത് ക്ലോസ് ചെയ്യണം. നമ്മൾ ക്ലോസ് ചെയ്തു അല്ല. ഇനി ഇവിടെ ഒപ്പിടണം. എല്ലാവരുടെയും ഒപ്പിടാം.
സാൻവിക, പ്രസിഡിംഗ് ഓഫീസർ, ഓക്കെ ക്രമേണ ഒപ്പിട്ടാൽ മതി. ഓക്കെ പോലീസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. റെഡി. നമുക്കിത് പൂട്ടി പോവാം അല്ലേ? ഓക്കെ ബാ. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ പോളിങ് നടക്കുക. എൻ്റെ റബ്ബർ ബാൻഡ് ഇവിടെ തന്നെ, റബ്ബർ ബാൻഡ് അല്ല അത് ഇവിടെ വെച്ചു, അതല്ല വെച്ചു. അപ്പോൾ നമുക്ക് കൂട്ടി പോവാണ്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വോട്ടിംഗ് എണ്ണ ഇരിക്കും. ഓക്കെ ആ. അപ്പോൾ നമ്മുടെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോവാണ്. സ്ഥാനാർത്ഥികളാണ് ഇരിക്കണം അല്ലേ? സ്ഥാനാർത്ഥികളല്ലേ? ടെൻഷൻ ഉണ്ടോ? ചിലർ തോക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ടെൻഷൻ ഇല്ലെന്നാണ്, ചിലർക്ക് ടെൻഷൻ ഉണ്ട് അല്ലേ? നിനക്ക് ടെൻഷൻ ഉണ്ടല്ലേ? ജയിക്കൂലേ? ആ അപ്പോൾ ഇവിടെയാണ് 4ാം ക്ലാസ്സുകാരാണ് കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാനേജർ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അതുകൂടാതെ ഓരോ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് എണ്ണാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് വെച്ചിരുന്നു കേട്ടോ. ഒട്ടിച്ച് വെച്ചത് ഒപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടിരുന്നാ? വേറെ ആരും ഇതിൻ്റെ അകത്ത് വോട്ടിടരുതല്ല, അതിനുവേണ്ടി ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പൊട്ടിച്ച് പതുക്കെ തുടങ്ങാം. അപ്പോൾ 2 ടീച്ചേഴ്സ് പൊട്ടിച്ചു. ഇതാദ്യം നമ്മുടെ ബാലറ്റ് ബോക്സ് പൊട്ടിക്കുകയാണ് കേട്ടോ. വോട്ട് ചെയ്തത് നമ്മൾ കേട്ടോ, താൻ പറക്കൂല പേടിക്കണ്ട. നിങ്ങൾ വോട്ട് ചെയ്ത എണ്ണമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, വോട്ട് ചെയ്തൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നോക്കാം നമുക്ക്. ഉള്ളിൽ നോക്കാം, ഉള്ളിലൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെയും കൂടി ഒരുമിച്ചല്ലേ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് 4A 4B 3A 3B 2 1 അങ്ങനെ ഓരോ ക്ലാസ്സാക്കി തിരിക്കും, മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓരോ ക്ലാസ്സിൻ്റെ എണ്ണുള്ളൂ. അപ്പോൾ ഇതെല്ലാ ക്ലാസ്സിൻ്റെയും കൂടി ഒരുമിച്ചാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 4A 4B 3A 3B 1 2 1 ഇങ്ങനെയാണ്. വോട്ടെണ്ണൽ ആദ്യം സോർട്ടിംഗ് ആണ്. കുറച്ച് കഴിയുമ്പോൾ എണ്ണാൻ തുടങ്ങും. ആദ്യം ഏത് ക്ലാസ് എണ്ണണം? ആദ്യം 4ാം ക്ലാസ്സാണ് എണ്ണുന്നത്. എന്താണോ പോൾ ചെയ്തത് 4A ആണ് ആദ്യം പോൾ ചെയ്തത്. 4A ആദ്യം എണ്ണും. അത് കഴിഞ്ഞാൽ 4B 3A 3B 2 1 അങ്ങനെയാണ് പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അട്ടിയാക്കി ഇടണം. എത്ര കുട്ടികളുണ്ടായി പോളിങ്ങിന്? ഓരോ ക്ലാസ്സായിട്ട് ബണ്ടിലായിട്ട് വെക്കും. എണ്ണോ ശരിയാണോ നോക്കണം. വോട്ടെണ്ണൽ തുടങ്ങി. ആൻമിയ, അക്ഷര, അർജിത്, അസാദ് ബി വോട്ടെണ്ണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആർക്കാണ് വോട്ട് കിട്ടുന്നത്. ഇപ്പം അർജിത്തിനും ആൻമിയക്കും അല്ലേ കഴിഞ്ഞ. ഇനി നമുക്ക് എണ്ണി തുടങ്ങാം. എണ്ണാനായിട്ട് 4ാം ക്ലാസ്സിലെ ടീച്ചർ തന്നെ എണ്ണിയിട്ട് മുമ്പിൽ ചോക്ക് വെച്ച്
എഴുതിയിടുക. ആന്മയ്ക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം അവിടെ എഴുതുക. 7 വോട്ടാണ് ആന്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 7. അക്ഷരയ്ക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. 2 വോട്ടാണ് അക്ഷരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അർജിത്തിന് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം. ഏഴ് തന്നെ. അപ്പൊ ടൈ ആണ് വന്നിരിക്കുന്നത്. ടൈ വന്നാൽ സാധാരണ നമ്മൾ ടോസ് ഇടും, അതാണ് വഴിയുള്ളത്. അപ്പൊ നമുക്ക് ടോസ് ഇടാം. ആദ്യത്തെ എണ്ണല് തന്നെ ടോസാണ്. ആന്മയും അർജിത്തിനും 7 വോട്ട് കിട്ടിയിരിക്കുകയാണ്. ഹെഡ് വന്നു അല്ലേ? ഇടട്ടെ. ഓക്കെ, എന്ത് വേണം? ഹെഡ്. നോക്കാം എന്താണ് വന്നിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? ഹെഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ 6 മാസം, ആദ്യത്തെ 6 മാസം അർജിത്തായിരിക്കും ലീഡർ. അത് കഴിഞ്ഞാൽ 6 മാസം ആന്മിയ. കേട്ടോ? അപ്പൊ ഒരു കാര്യം കഴിച്ചാൽ അപ്പൊ നമ്മുടെ 4 വോട്ടെണ്ണൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ 4 വോട്ടെണ്ണൽ അവസാനിച്ചപ്പോ ആന്മിയ മേരിക്ക് ലഭിച്ചിരിക്കുന്നത് 7 വോട്ടാണ്. അക്ഷര പിറ്റിക്ക് 2 വോട്ട്. അർജിത്ത് രാജീവിന് 7 വോട്ട്. ഇതിപ്പോ ആന്മിയ മേരിക്കും അർജിത്ത് രാജീവിനും 7 വോട്ട് വെച്ച് തുല്യമായിട്ട് വന്നു. അപ്പൊ തുല്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ടോസ് ഇട്ടു. ടോസ് ഇട്ടതിൽ അർജിത്ത് രാജീവ് ജയിച്ചു. അപ്പൊ അടുത്ത 6 മാസക്കാലം, ആദ്യത്തെ 6 മാസം അർജിത്ത് രാജീവായിരിക്കും 4 ക്ലാസ് ലീഡർ. തുടർന്ന് ആന്മിയ മേരി അടുത്ത 6 മാസം ക്ലാസ് ലീഡറായിട്ട് തുടരും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട്. അപ്പൊ അടുത്തത് 4B ആണല്ലേ? ടെൻഷൻ ഉണ്ടോ? മാനവ്, ദേവനാഥ്, ജൻവി, അസാദ്. ഓക്കെ, എണ്ണി തുടങ്ങിക്കോ. ഇപ്പൊ സോർട്ടിംഗ് ആണ് ആദ്യം. സോർട്ട് ചെയ്തോ ഊരിട്ട് സോർട്ട് ചെയ്തോ. വന്നൊക്കെ ജൻവിക്കാണല്ലോ. ജൻവി മിഠായി മേടിച്ചു കൊടുക്കാന്ന് പോലും പറഞ്ഞു. ഇപ്പുറത്തും മഞ്ഞുണ്ട്. നോക്കിയിടണം. 2 വരെയൊക്കെ ഉണ്ടെങ്കിൽ അസാധമാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. 4 നിൽക്കണ്ടല്ലേ? ശരി. ഇപ്പൊ ഏതായാലും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഓർമ്മനായിട്ട് ഉമ്മ ടീച്ചർ 4ാം ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ്. എഴുതിയിടണം. അവിടെ എഴുതിക്കും, ഇവിടെ എഴുതിക്കും. മാനവിന് 4 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദേവനാഥിന് 2 വോട്ട്. ജൻവിക്ക് കിട്ടിയ വോട്ട് എത്രയാന്ന് നോക്കാം. 9 വോട്ട് കിട്ടിയിട്ടുണ്ട് ജൻവി. അപ്പൊ ജൻവിയാണ് ജയിച്ചിരിക്കുന്നത് അല്ലേ? റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ദേവനാഥ് MS 2 വോട്ട്, മാനവ് MR 4 വോട്ട്, ജൻവി PM 9 വോട്ട്. അപ്പൊ ജൻവി PM മാനവിനേക്കാളും 5 വോട്ട് ഭൂരിപക്ഷത്തില് 4Bയിൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ജൻവിയാണ് 4Bയിലെ ലീഡർ. അടുത്തത് 3Aയിലെ വോട്ടെണ്ണലാണ്. ചിത്രിത, ടെസ, ശ്രീബാല, എയ്മിൻ. ടെൻഷൻ ഉണ്ടോ? ജയിക്കൂലേ? ഇപ്പോഴും അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ വോട്ടെണ്ണൽ തുടങ്ങാം. റെഡിയല്ലേ?
അപ്പൊ തുടങ്ങിക്കോ. സോർട്ട് ചെയ്തോ. ഇപ്പൊ 4 പേര് വേണം കേട്ടോ. 4 പേരുണ്ടല്ലോ. ഒന്നാം ക്ലാസ്സാണ് ഇത്തിരി താമസം. അസാധു 1-ൽ കൂടുതലുണ്ടെങ്കിൽ അസാധു. ആദ്യത്തെ അസാധു 3-ൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞു അല്ലേ? ഇനി 3 ടീച്ചർ 3 ഉണ്ടെങ്കിൽ അസാധുവാണ് ടീച്ചർ. അത് തെറ്റാണ്. ഒന്നിടാൻ പാടില്ല, ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ അല്ലേ? അത് അസാധുവല്ല, അത് ഇടാം. എയിമിൻ്റെ അവിടെ ഇടാം. അത് അതിൻ്റെ അകത്ത് ഇട്ടുണ്ടല്ലോ, അതിടാം. കുളത്തിടണമെന്നില്ല, ആളുടെ പേര്. ഓക്കെ, ഇനി ബിന്ദു ടീച്ചർ കൗണ്ട് ചെയ്യും. നമുക്ക് അസാധു ഒക്കെ വന്നിട്ടുണ്ട്. ചിത്രതയ്ക്ക് ഇപ്പം നിലവിൽ വോട്ടില്ല അല്ലേ? ടെസയ്ക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം. തന്നെയാണ് ടെസയ്ക്ക് 5 വോട്ട് കിട്ടിയിട്ടുണ്ട്. ടെസയ്ക്ക് 5 വോട്ട്. ശ്രീബാലയ്ക്ക് എത്ര വോട്ടുണ്ടെന്ന് നോക്കാം. 4 വോട്ട് ശ്രീബാലയ്ക്ക്. എയിമിന് എത്ര വോട്ടുണ്ട്? 3 വോട്ട്. അസാധു 2. അങ്ങനെ 5, 4, 3, 2 അല്ലേ? ഏതായാലും ടെസയാണ് ഇതിൽ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നത്. ടെസയുടെ പ്രഖ്യാപനം 3 ശ്രീബാല PM 4 വോട്ട്. ടെസ MB 5 വോട്ട്. എയിമിൻ സാൻലി KR 3 വോട്ട്. ചിത്രത ചാരു വോട്ട് ലഭിച്ചിട്ടില്ല. അസാധു 2. അങ്ങനെ ടെസ ശ്രീബാലയെക്കാളും 1 വോട്ട് കൂടുതൽ ലഭിച്ച് 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടെസ MB 3Aയിലെ ലീഡറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈയുടെ റിസൾട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആദിത്യൻ, ആയുഷി, വേദിക, രോഹിണി, അസാധു. റെഡിയല്ലേ? ആയുഷി ജയിക്കൂലേ? എന്താണ് ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ? വേദികയ്ക്ക് ജയിക്കുമോ? രോഹിണി, ആദിത്യനൊന്നും പറയുന്നില്ല. നോക്കാം, ഓട്ടണ്ണ തുടങ്ങിക്കോ. അശ്വിനി വന്ന് ഇവിടെ തുടങ്ങിക്കോ. അശ്വിനി ഇവിടെ നിൽക്കും. പ്രിസൈഡിങ് ഓഫീസർ കുറച്ചു നേരം മാറി നിൽക്കും. അശ്വിനി പെട്ടെന്ന് എടുത്തു. എണ്ണിക്കോ. ആ ഇടുന്ന പ്രിസൈഡിങ് ഓഫീസർ ഒരു കാര്യം ചെയ്യണം, ഇടുന്നത് കറക്റ്റ് ആണോ നോക്കണം. ടിക്കറ്റതൊക്കെ അറിയാതെ മാറ്റി അങ്ങോട്ട് ഇടരുത്. ശ്രദ്ധിക്കേണ്ടത് നല്ല ശ്രദ്ധയുണ്ട്. അവിടെ ടിക്കറ്റാണ് ഉള്ളത്. അതിട്ടത് ഒന്നുകൂടി ചെക്ക് ചെയ്യണം കേട്ടോ. അവിടുത്തെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. കഴിഞ്ഞവരൊന്ന് മാറി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കറക്റ്റാണോ എന്ന്. അല്ലെങ്കിൽ എണ്ണെന്ന് ടീച്ചർ ചെക്ക് ചെയ്താലും മതി. വോട്ടെണ്ണൽ തുടങ്ങാം. ആദിത്യന്റെ ആദ്യ വോട്ടെണ്ണയാണ്. 4 വോട്ട്. ആദിത്യന് 4 വോട്ടാണ്. ആയുഷിക്ക് എത്ര ആയിട്ടുണ്ടെന്ന് നോക്കാം. ആയുഷിക്ക് ടെൻഷൻ ഉണ്ടോ? 7 വോട്ടുണ്ട്. ഉറപ്പിച്ചല്ല. 3 വോട്ട്. വേദിയയ്ക്ക് 3 വോട്ട്. അസാധുല്ല, രോഹിണിക്കാണ്. രോഹിണി വന്നു. അപ്പൊ 7 വോട്ടിന് ആരുഷി ജയിച്ചു കേട്ടോ. ആരുഷിയാണ് ജയിച്ചിരിക്കുന്നത്. ലഭിച്ച വോട്ടുകൾ: വേദിക സുജീർ 3, ആദിത്യൻ MS 4, ആയുഷി MU 7, രോഹിണി
1. അപ്പോൾ ആദിത്യൻ MS-നേക്കാളും 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആഴ്ചി MU ജയിച്ചാൽ പ്രഖ്യാപിക്കുകയാണ്. 2ാം ക്ലാസ്സാണ്. 2ാം ക്ലാസ്സിൻ്റെ വോട്ടെണ്ണാൻ പോവാണ്. വൈഷ്ണവ്, ദേവാനന്ദ്, ഗായത്രി, ജാനവ്, അസാദ് കേട്ടോ. അപ്പൊ ഗായത്രി എങ്ങനെയുണ്ട്? ജയിക്കുവാ? പ്രതീക്ഷ ഉണ്ടോ? ജാനവ എന്താണ്? ദേവാനന്ദൊക്കെ വൈഷ്ണവ് ജയിക്കുമല്ലോ അല്ലേ? നോക്കാം. അപ്പൊ വോട്ടെണ്ണ തുടങ്ങാം. സോർട്ട് ചെയ്തോ. അങ്ങേറ്റത്ത് പോയി നിൽക്ക്, ഒരാൾ സോർട്ട് ചെയ്യാൻ. അതെ, സ്വന്തം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ദേവാനന്ദാണ്, ഗായത്രിയാണ്, ആരാണെന്ന് അറിയില്ല. തുല്യം വരുമോന്നും അറിയില്ല. എടാ, ഇട്ടതൊക്കെ ശരിയാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനിപ്പോൾ ടീച്ചർ എണ്ണുമ്പോൾ നോക്കിക്കോളാം. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ 2ാം ക്ലാസ്സിലെ ടീച്ചർ ഇപ്പോൾ എണ്ണും. അവിടെ വെച്ചോ. ഓക്കെ. ഇനി എണ്ണീട്ട് ഇവിടെ എഴുതി വെക്കും. മാറിക്കോ, നിങ്ങൾ മാറിക്കോ. വൈഷ്ണവിൻ്റെയാണ് ആദ്യം എണ്ണുന്നത്. വൈഷ്ണവിൻ്റെ ഒരു വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. വൈഷ്ണവിന്. ഇത് ദേവാനന്ദ് 1. വോട്ട് ദേവാനന്ദ്. 7. ആർക്കും 9 ഉണ്ടായിരുന്നു. 9 ആർക്കില്ല. ജന്മിക്കാണ് 9 ഏറ്റവും കൂടുതൽ വോട്ട്. 6. ജസ്റ്റാണ് കേട്ടോ. ജാനവിന് 2 വോട്ട്. അപ്പൊ ഇതില് ദേവാനന്ദ് 7 വോട്ട്, 1 വോട്ടിന് ലീഡിൽ ജയിച്ചിട്ടുണ്ടായിട്ട് പ്രഖ്യാപിക്കാം കേട്ടോ. നമുക്ക് 2ാം ക്ലാസ്സിന്റെ വോട്ടെണ്ണൽ അവസാനിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ ലഭിച്ച വോട്ടിന്റെ എണ്ണം പറയുകയാണ്. ഗായത്രി AB 6 വോട്ട്, വൈഷ്ണവി PV 1 വോട്ട്, ദേവാനന്ദ് KS 7 വോട്ട്, ജാനവ് PR 2 വോട്ട്. തൊട്ടടുത്ത ഗായത്രി എന്ന എതിർ സ്ഥാനാർത്ഥിയെക്കാളും 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ദേവാനന്ദ് KS ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദേവാനന്ദ് KS ആണ് ഈ വർഷത്തെ 2ാം ക്ലാസ്സിന്റെ ലീഡർ. അവസാനത്തെ അല്ലേ വോട്ടെണ്ണൽ അവസാനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നിങ്ങൾക്കാണ് വരാൻ പോകുന്നത്. 26 വോട്ടാണ്. 20 വോട്ട് കിട്ടുമെന്ന് പറയുന്ന എൽബി നിൽപ്പുണ്ടോ അല്ലേ? അവനികൾക്ക് എത്ര വോട്ട് കിട്ടും? 10 വോട്ട് കിട്ടും. നിനക്ക് എത്ര വോട്ട് കിട്ടും? 10. അപ്പൊ 10, 20, 40 അപ്പൊ നമുക്ക് വോട്ട് സോർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, റെഡി? ജയിക്കുക? ജയിക്കും. നോക്കാം. പെട്ടെന്ന് ഇട്ടോ, നോക്കിയിടണം. അൻവികയാണല്ലോ. അസാദാണ്. എവിടെ? അത് മുകളിലാണ്. അത് അസാദ്. അസാദ് കിട്ടും. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഒന്നുകൂടി ടീച്ചർ നോക്കിയാൽ പോരെ? ടീച്ചർ എണ്ണും നോക്കാം. എൽറോയ്ക്ക് എത്ര വോട്ട്, എൽവിന് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം. ഏഴ് വോട്ടാണ് എൽവിന് കിട്ടിയിരിക്കുന്നത്. 20 വോട്ട് കിട്ടിയില്ല.
ഇനി അവനിക്കൊക്കെ എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം. എങ്ങനെയാണ് അവനിക്ക്? പന്ത്രണ്ട് വോട്ട്. അമ്പോ, 12 വോട്ട്. അവനിക 12. നാല്. അപ്പൊ ഇതിൽ ആരാ ജയിച്ചിരിക്കണെന്ന് കണ്ട? ആരാ ജയിച്ചിരിക്കണത്? അവനിക 12 വോട്ട് പിടിച്ച് ജയിച്ചു കേട്ടോ. അപ്പൊ അവനെയൊക്കെ അഭിനന്ദനങ്ങൾ. 1ാം ക്ലാസ് വോട്ട് എണ്ണി കഴിഞ്ഞു. ആര് ജയിക്കും? 1ാം ക്ലാസ് ആര് ജയിക്കും? 1ാം ക്ലാസ് നോക്കാം. എൽവിൻ 7 വോട്ട്, ഋത്വിൻ സോജൻ 4 വോട്ട്, അവനിക രാജീവ് 12 വോട്ട്. അപ്പോ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽവിനേക്കാളും 5 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവനിക രാജീവ് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എല്ലാ വിജയികൾക്കും വിജയാശംസകൾ. മത്സരിച്ച എല്ലാവർക്കും അടുത്ത തവണ മത്സരിക്കാൻ പറ്റട്ടെ, നല്ല വോട്ട് പിടിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും ആശംസകൾ. അതേപോലെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന 3 പേരാണ് മത്സരത്തിലുണ്ടായിരുന്നത്. ഒന്ന് ജൻവി, ആൻവിയ, അർജിത്ത്. അപ്പൊ അതില് നമ്മുടെ സ്കൂൾ ലീഡറായിട്ട് 4 പേര് വോട്ട് ചെയ്ത് വിജയിച്ചിരിക്കുന്നത് ജൻവിയാണ്. അപ്പൊ ജൻവി ആയിരിക്കും ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ ലീഡർ. അതുകൂടാതെ സെക്കൻഡ് ലീഡറായിട്ട് 2 വോട്ടുകളോടുകൂടി ആൻവിയാണ് സെക്കൻഡ് ലീഡർ. അപ്പൊ സ്കൂളിലെ സെക്കൻഡ് ലീഡറായിട്ട് ആൻവിയെയും തെരഞ്ഞെടുപ്പ് വരും അറിയിക്കുകയാണ്. നാളെ ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാവും. സത്യപ്രതിജ്ഞ ചടങ്ങോടുകൂടി ഇതിനെതിരെ ബലപ്പെടുത്തും. അപ്പൊ എല്ലാവർക്കും നന്ദി. നമ്മുടെ ജൻവിയാണ് സ്കൂൾ ലീഡറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്ത് പറയണം? സന്തോഷമുണ്ട്. എത്ര വോട്ടിനാ ജയിച്ചു? 4 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അടുത്ത ആൻവിയാണ് സെക്കൻഡ് ലീഡർ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ അർജിത്തും ഉണ്ടായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ. എന്നാലും ക്ലാസ് ലീഡറായിട്ട് അർജിത്ത് ഉണ്ട്. സ്കൂൾ ടെസ് എന്ത് പറയണത്? ജയിച്ചില്ലേ? സന്തോഷമായില്ലേ? ഒന്നും പറയാനില്ലേ? ഇവിടെ ആയുഷി എന്തെങ്കിലും പറയാണ്ട? വോട്ട് ചെയ്തവർക്ക് നന്ദിയൊന്നുമില്ലേ? പറ. വോട്ട് ചെയ്തവർക്ക് നന്ദി ഉണ്ടെങ്കിൽ പറ. വോട്ട് ചെയ്തവർക്കൊക്കെ നന്ദി പറയാൻ കേട്ടോ നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ പ്രിസീഡിംഗ് ഓഫീസർ നല്ല അനുഭവമല്ലായിരുന്നു? പ്രിസീഡിംഗ് ഓഫീസർ കറക്റ്റായിട്ടൊക്കെ വോട്ടെണ്ണലിനും ഒക്കെ സഹായിച്ചിരുന്നു. പിന്നെ അത് ഇവിടെ മഷിയിട്ട ആളുകൾ ഇപ്പോണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അടിപൊളി അനുഭവമായിരുന്നു. അനാനെന്തായിരുന്നു? നല്ല അനുഭവമായിരുന്നു. കൃതിക എവിടെ? കൃതിക ഒന്നും പറഞ്ഞില്ല. സൂപ്പറായതാ. പിന്നെ പോലീസ് ഓഫീസർ അശ്വിനി നല്ല അനുഭവമായിരുന്നു അല്ലേ? അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? എന്താണ് ജയിച്ചിട്ടൊന്നും പറഞ്ഞില്ല? ചേട്ടനും അനിയത്തിയാണ് ജയിച്ചിരിക്കുന്നത്. അനിയത്തിക്ക് നല്ല വോട്ടുണ്ടല്ലേ? 12 വോട്ട് കിട്ടിയ അനിയത്തിക്ക്. നല്ല വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ആശംസകൾ കേട്ടോ. നാളെ സത്യപ്രതിജ്ഞ കാണാം.